50 വർഷം കൊണ്ട് സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും ആധുനിക രാജ്യമായ കഥ. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യം വികസിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കൽക്കരിയോ സ്വർണമോ പോലുള്ള പ്രകൃതി വിഭവങ്ങൾ, വിശാലമായ കൃഷിഭൂമി, വലിയ ജനസംഖ്യ. എന്നാൽ ഇതൊന്നുമില്ലാതെ കുടിക്കാൻ പോലുമുള്ള വെള്ളം അയൽ രാജ്യത്ത് നിന്ന് വിലയ്ക്ക് വാങ്ങി വെറും 50 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും ആധുനികവും സമ്പന്നവുമായ രാജ്യമായി മാറിയ ഒരു അത്ഭുതമുണ്ട് ഭൂമിയിൽ. അതാണ് സിംഗപ്പൂർ. ഒരു മിഥ്യയോ അത്ഭുത കഥയോ അല്ലിത്. കൃത്യമായ പ്ലാനിങ്ങിന്റെയും കഠിനാധ്വാനത്തിന്റെയും യഥാർത്ഥ ശാസ്ത്രീയ ചരിത്രം. അതെങ്ങനെ സാധ്യമായെന്ന് നമുക്ക് നോക്കാം. വർഷം 1965 മലേഷ്യൻ ഫെഡറേഷനിൽ നിന്ന് സിംഗപ്പൂർ പുറത്താക്കപ്പെടുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വിട്ടൊഴിയാൻ ആഗ്രഹിക്കുന്ന ചരിത്രത്തിനിടയിൽ ഒരു താല്പര്യവുമില്ലാതെ നിർബന്ധപൂർവം സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യമാണ് സിംഗപ്പൂർ. അന്ന് അതൊരു കൊച്ചു ദ്വീപായിരുന്നു. നിറയെ ചേരികൾ, കടുത്ത തൊഴിലില്ലായ്മ, മലേറിയ പോലുള്ള രോഗങ്ങൾ, കുടിവെള്ളമില്ല, സ്വന്തമായൊരു സൈന്യമില്ല, പ്രകൃതി വിഭവങ്ങളായിട്ട് ഒരു തരി മണ്ണോ കല്ലോ പോലുമില്ല. അന്ന് ലോകത്തിലെ പല സാമ്പത്തിക വിദഗ്ധരും പ്രവചിച്ചു, ഈ രാജ്യം അധിക നാൾ നിലനിൽക്കില്ല, തകർന്നു പോകും. പക്ഷെ അവർക്ക് തെറ്റി. അവിടെയായിരുന്നു സിംഗപ്പൂരിന്റെ ശില്പി ലീ ക്വാൻ യു എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ നേതൃത്വത്തിൽ രാജ്യം തന്ത്രങ്ങൾ മാറ്റിപ്പണിഞ്ഞത്. സിംഗപ്പൂർ ആദ്യം ചെയ്തത് എന്താണെന്നോ? തങ്ങളുടെ ഏറ്റവും വലിയ ശാസ്ത്രീയ അനുകൂല ഘടകത്തെ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതയായ മലാക്ക കടലിടുക്കിന്റെ തൊട്ടടുത്താണ് സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. അവർ അവിടെ ലോകോത്തര നിലവാരമുള്ള ഒരു തുറമുഖം പണിതു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കപ്പൽ ചാനലുകളുടെ കേന്ദ്ര ബിന്ദുവായി സിംഗപ്പൂർ മാറി. രണ്ടാമത്തേതായി അവർ ചിന്തിച്ചു, പ്രകൃതി വിഭവങ്ങളില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് മനുഷ്യ വിഭവങ്ങളുണ്ടല്ലോ. അവർ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും വൻതോതിൽ നിക്ഷേപം നടത്തി. അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കി. നിയമങ്ങൾ കഠിനമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്ക് ബിസിനസ് ചെയ്യാൻ ഏറ്റവും സുരക്ഷിതവും എളുപ്പവുമുള്ള ഒരിടമായി സിംഗപ്പൂർ മാറി. ടാക്സ് കുറച്ചു, ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടി. ഒരു രാജ്യം പുരോഗമിക്കണമെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം വേണം. സിംഗപ്പൂർ ഗവൺമെന്റ് ജനങ്ങൾക്കായി വലിയ ഹൗസിംഗ് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു. ചേരികളില്ലാതായി. വ്യത്യസ്ത വംശത്തിലുള്ള ആളുകളെ ഒരുമിപ്പിച്ച് താമസിപ്പിച്ച് അവർ രാജ്യത്ത് വംശീയ ഐക്യമുണ്ടാക്കി. മറ്റൊരു രസകരമായ കാര്യം കുടിവെള്ളത്തിന്റെ കാര്യമാണ്. മലേഷ്യയെ മാത്രം ആശ്രയിച്ചിരുന്ന അവർ ശാസ്ത്രീയമായ വാട്ടർ റീസൈക്ലിംഗ് ആരംഭിച്ചു. നേ വാട്ടർ എന്ന പേരിൽ മലിനജലം അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റി അവർ ലോകത്തെ ഞെട്ടിച്ചു. ഇന്ന് സിംഗപ്പൂർ ജലലഭ്യതയിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് വെറും 50-60 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഹബ്ബുകളിൽ ഒന്നാണ് സിംഗപ്പൂർ. പ്രതിശീർഷ വരുമാനത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന്. കോൺക്രീറ്റ് കാടുകൾക്ക് നടുവിലും പ്രകൃതിയെ സംരക്ഷിച്ച് ഒരു നഗരത്തിലെ തോട്ടം എന്നാണ് സിംഗപ്പൂർ ഇന്ന് അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിന് വളരാൻ ലോട്ടറിയോ പ്രകൃതിയുടെ വൻ നിധികളോ വേണ്ട. കൃത്യമായ പ്ലാനിങ്ങും അഴിമതിയില്ലാത്ത ഭരണവും ജനങ്ങളുടെ കഠിനാധ്വാനവും മാത്രം മതിയെന്ന് സിംഗപ്പൂർ ലോകത്തിന് കാട്ടിക്കൊടുത്തു. 0 നിന്ന് തുടങ്ങിയ ആ വിജയഗാഥ ഇന്നും തുടരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്